അപ്പൊ SK പ്രൊഡക്ഷന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മ ഒരു പുതിയ അധ്യായം തുടങ്ങിയിട്ട് പോഡ്കാസ്റ്റ്. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ താന്ത്രിക വിദ്യയിൽ അഗ്രഗണ്യനും പിന്നെ ഒരു മണിച്ചേട്ടൻ്റെ ഒരു കിടിലൻ ഫാനും കൂടിയ ആളാണ് വിനുശാന്തി. അപ്പൊ നമ്മളെ പരിചയപ്പെടാം. ഓക്കെ, താനാ തന്താനന്നേ താനാന താനാന താനാ താനാന താനാന താനാ. വിനുശാന്തി നമസ്കാരം. നമസ്കാരം. ഏതായാലും ഒരു നല്ലൊരു കാര്യം നടക്കുമ്പോൾ നമ്മൾ ആദ്യം ഗണപതി ഭഗവാനുള്ള ആദ്യം നമ്മൾ മനസ്സിൽ കൊണ്ടുവരേണ്ടത്. വിഘ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ്, ഇല്ലായ്മ ചെയ്യുന്ന ആളാണ് ഗണപതി. അപ്പോൾ ആ ഗണപതിയുടെ രൂപം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഗണപതിയുടെ ഒരു സ്തുതിയോടുകൂടി നമ്മളുടെ ഇത് അങ്ങോട്ട് ആരംഭിക്കാം. ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജംബൂ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി നമവിഘ്നേശ്വര പാദപങ്കജം. ഇത് ഞാനൊരു 17 വയസ്സ് തൊട്ടാണ് ശാന്തിപ്പണിക്ക് പോയി തുടങ്ങിയത്. എൻ്റെ ആശാൻ അയ്യമ്പിള്ളി ധർമ്മൻ തന്ത്രിയാണ്. അവിടെ നിന്നാണ് ഞാൻ പഠിച്ചത്. അവിടെ ഒരു 8 കൊല്ലത്തോളം ഞാൻ ആശാൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ അമ്പലമൊക്കെ ആയിട്ടൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ശാന്തിപ്പണിയൊക്കെ പഠിച്ച് പിന്നെ അവിടെ നിന്ന് നമ്മൾ പല പല ക്ഷേത്രങ്ങളിലേക്ക് നമുക്ക് പോകേണ്ട ഒരവസ്ഥ വന്ന്, ഒരു ക്ഷേത്രത്തിൽ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ആശാൻ വിടും, ഓരോ ക്ഷേത്രങ്ങളിലേക്ക് വിടും. പിന്നെ അവരവരുടെ കാര്യങ്ങൾ അവരവർ നോക്കണമല്ലോ, ഓട്ടോമാറ്റിക്കൊക്കെ ആയിട്ട് അങ്ങനെയാണല്ലോ. അപ്പം അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ പല പല ക്ഷേത്രങ്ങളിലായിരുന്നു. ആദ്യം നെടിയാറ ക്ഷേത്രം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലായിരുന്നു. അവിടെ ഒരു 8-9 കൊല്ലത്തോളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചാലക്കുടിക്കാണ് പോയത്. ചാലക്കുടിയിൽ നമ്മുടെ മണിച്ചേട്ടൻ്റെയൊക്കെ അമ്പലത്തിലേക്കാണ് പോയത്. അവിടെ കുറച്ചാൾ നിന്ന് ഞാൻ അവിടെ നമ്മുടെ ആശാൻ തന്നെ വിട്ടതാണ്. 1 മാസത്തേക്ക് പോയതാണ് ശരിക്കും. പിന്നെ അവിടെ നിന്ന് 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ നിന്ന് പോകുന്നത്. അവിടെ അത്രയും ഒരു നല്ലൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മണിച്ചേട്ടൻ്റെ നാടും കൂടിയാണല്ലോ. മണിച്ചേട്ടൻ അവിടെ അമ്പലത്തിൽ വരുമായിരുന്നു. അങ്ങനെ വന്നാണ് ഞാൻ അങ്ങനെ മണിച്ചേട്ടനായിട്ട് അങ്ങനെ പരിചയപ്പെട്ടത്. ആ ഉത്സവത്തിനാണ് ഞാൻ മണിച്ചേട്ടനെ കാണുന്നത്. അതായത് ഞാൻ കലശക്കുടം പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മണിച്ചേട്ടൻ ഒരു കാപ്പി ഷർട്ടും ഒരു കസവിൻ്റെ മുണ്ട് ആയിട്ട് ഉടുത്തിട്ടാണ് പുള്ളി വന്നത്. അപ്പം ഞാൻ നമസ്കാര മണ്ഡപത്തിൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്, കലശമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ചെറുപ്പിലുള്ളൊരു മധു എന്ന് പറഞ്ഞ ശാന്തിയുണ്ട്. അപ്പം ആ ശാന്തി ഇടയ്ക്ക് മരിച്ചുപോയി, ആത്മാവിന് ശാന്തി കിട്ടട്ടെ. അപ്പോൾ ആ ശാന്തിനോട് ഞാനിങ്ങനെ പറയായിരുന്നു, മധുശാന്തി അത് നമ്മുടെ മണിച്ചേട്ടനല്ല നിൽക്കണം. അപ്പോൾ മണിച്ചേട്ടൻ ചോദിക്കല്ല, മണിച്ചേട്ടൻ ഇതിങ്ങനെ ഒരു തിരിഞ്ഞ് എന്നെ ഇങ്ങനെ നോക്കിയിട്ടൊരു ചിരിയിരിച്ച്. അപ്പം ഞാൻ മനസ്സുകൊണ്ട് എപ്പോഴും ഇഷ്ടപ്പെടുന്നത് കൂടുതലും മണിച്ചേട്ടനാണ്. കാരണം ഞാൻ പാട്ട് പാടുന്നതും മണിച്ചേട്ടൻ്റെ പാട്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പം അങ്ങനെ മണിച്ചേട്ടനായിട്ടൊക്കെ അങ്ങനെ ഒരു കാണാൻ സാധിച്ച്, മണിച്ചേട്ടനായിട്ട് സംസാരിക്കാൻ പറ്റി. അതൊക്കെ ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. എൻ്റെ മണിച്ചേട്ടനൊരു പാട്ട് പാടാമോ? അതിനെന്താ പാടാല. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞ് നീ പോയില്ലേടി. ഇന്നു നിന്റെ വീട്ടിൽ കല്യാണാലങ്കാരം, ഇന്നെൻ്റെ വീട്ടിൽ കണ്ണീരാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. ഓക്കെ. അപ്പേ ഞാൻ ഈ അടുത്ത ദിവസം ഒരു ലിങ്ക് കണ്ട്, ശാന്തി ഏഷ്യാനെറ്റിൽ പോയിരുന്നോ? അതെ പോയിരുന്നു. അത്
അതെനിക്കൊരു ബൈ ചാൻസിൽ കിട്ടിയൊരു സംഭവമാണ് അത്. അടിപൊളിയാണ്ടാ. ആ അപ്പൊ അതെനിക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വന്ന് ഞാൻ എൻ്റെ പല കാര്യങ്ങളും അത് ഒഴിവാക്കിയിട്ടാണ് ഞാൻ പോയത്. കാരണം അങ്ങനത്തെ ഒരു ചാൻസ് നമുക്ക് കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ. അപ്പൊ എനിക്ക് അവരെയൊക്കെ എല്ലാവരും പരിചയപ്പെടാം. അതായത് ശ്വേത ചേച്ചി ഉണ്ടായിരുന്നു, പിന്നെ വിധുപ്രതാവ്, പിന്നെ പിഷാരടി, പിന്നെ സിത്താര, പിന്നെ തരികിട സാബു. അപ്പൊ അവരെയൊക്കെ ആയിട്ടൊക്കെ ഒന്ന് സംസാരിക്കാനൊക്കെ പറ്റി. അവരായിട്ട് കണ്ട് വർത്താനൊക്കെ പറഞ്ഞ്. അവിടെ പാട്ട് പാടിയാ? ആ പിന്നെ പാട്ട് പാടി. അവിടെ മണിച്ചേറിന്റെ പാട്ട് തന്നെ പാടിയത്. അത് ചാലക്കുടി ചന്ത. പിന്നെ പാടാല്ല അതിനെന്താ. ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ട് ഞാൻ. ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ട് ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടക്കണ മീനാണേ. മീനും കൊണ്ടഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. മീനും കൊണ്ടഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നേരം പോയി മീനും ചിഞ്ഞേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. നേരം പോയി മീനും ചിഞ്ഞേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ട് ഞാൻ. പാട്ടിനെ ഒരു ശരിക്കും പറയാല് മണിച്ചേട്ടന ആ ഇതായിട്ട് ഭയങ്കര സാദൃശ്യം ഉണ്ട് കേട്ടോ. അതായിട്ട് തന്നെ തോന്നുന്നുണ്ട് എനിക്ക്. താങ്ക് യു, താങ്ക് യു. വളരെ സന്തോഷം. ഓക്കെ, എന്തായാലും ഇനിയും എങ്ങനെ കാര്യങ്ങളൊക്കെ പോട്ടെ. അതെ അതെ. പിന്നെ ഈ മിന്നാമിനിങ് അറിയാമോ പാടാൻ? മിന്നാമിനിങ് പാടാൻ എന്താ പാടാലോ. പരിപാടിയൊന്ന് മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണീ തിടുക്കം. നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണീ തിടുക്കം. നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ. പാട്ട് വല്ലാത്തൊരു അട്രാക്ഷൻ ആണ് കേട്ടോ. രക്ഷയില്ല. നമ്മുടെ മനസ്സിൽ വിങ്ങാണ്ട് എപ്പോഴും കിടക്കും. തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ ഓർക്കും. അതില് ചവിട്ട് നാടകോ എന്തെങ്കിലും ഉണ്ടായിരുന്നാ? ചവിട്ട് നാടകം കണ്ട് എനിക്ക് കണ്ടപ്പോ തോന്നിയത് ശാന്തിപ്പണി ചവിട്ട് നാടകം എന്താ പറ്റിയത്? അതൊരു ഭയങ്കര രസമാണ് പറഞ്ഞാൽ നമുക്ക് ചിരി വരും. അത് ചവിട്ടുകടക്കാരൻ ഒറിജിനലായിട്ടുണ്ട്. അത് പള്ളിപ്പുറത്തുകാരാണ് ഒറിജിനലായിട്ട്. അതിന്റെ ഡൂപ്പായിട്ടാണ് ഞാൻ അഭിനയിക്കണത്. അപ്പൊ അവർക്കൊരു ഡൂപ്പിനെ വേണമെന്ന് പറഞ്ഞാണ് ഞാൻ പോയത്. അങ്ങനെ ഒറിജിനൽ ആളെയും ഡൂപ്പാളെയും നമ്മൾക്ക് ഒറിജിനൽ ആളുടെ തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇടിച്ച് തന്നിട്ട് നമ്മളെ സ്റ്റേജിലേക്ക് അവർ കയറ്റും. അപ്പോൾ കയറുന്നതായിട്ട് മുമ്പായിട്ട് അവർ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ തരും. അതായത് ഈ ചവിട്ടുനാടകക്കാരൻ്റെ അത് എന്തെല്ലാം കാര്യങ്ങളാണ് ചവിട്ടുനാടകത്തിൽ ഉൾക്കൊള്ളിക്കണത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് ചോദ്യങ്ങൾ വരും. അതിൻ്റെ രചയിതാവ് ആരാണ്, അത് ഏത് ട്രൂപ്പിലാണ് പഠിച്ചത്, അത് എത്ര വർഷമായി നിങ്ങൾ പഠിക്കാൻ പോയിട്ട്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമുക്ക് അവർ ചോദിക്കണത്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ ചോദിച്ച് അതൊരു 10-30 ചോദ്യം ആദ്യം തരും അവർ. ചോദ്യം തന്നു കഴിയുമ്പോൾ നമ്മളത് കംപ്ലീറ്റ് പഠിച്ച് കേൾപ്പിച്ചിട്ടാണ് നമ്മളെ സ്റ്റേജിലേക്ക് കയറ്റുള്ളൂ. അങ്ങനെ സ്റ്റേജിലേക്ക് കയറി ചെന്ന് ശ്വേത ചേച്ചിയുടെ അടുത്ത് എന്നെ ഇരുത്തി. അപ്പുറത്തെ ഒറിജിനലി ചവിട്ടുനാടകക്കാരനെ സാബു ചേട്ടനെ എടുത്തിരുത്തി. അപ്പോൾ ഒറിജിനൽ ആൾ അവിടെ, ഡൂപ്പ് ഞാൻ ശ്വേത ചേച്ചിയുടെ അടുത്ത് ഞാനും ഇരിക്കണം. അങ്ങനെ എന്നെ കണ്ടപ്പോൾ ചോദിച്ച് എന്താ ചേച്ചി ചോദിച്ച് എന്താ ജോലി എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ശാന്തിയാണ്, അമ്പലത്തിലെ ശാന്തിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരത്തിയായിട്ട് അങ്ങനെ പരിചയപ്പെട്ട് അപ്പോൾ ഇനി നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം. അങ്ങനെ പ്രോഗ്രാമിലേക്ക് കടന്ന് അത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ്
എന്നോട് ചോദിച്ച് പോറ്റിയാണല്ലേ? അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ അവർ ശാന്തിന്ന് വിളിക്കൂല, അവർ പോറ്റിന്ന് വിളിക്കൂല നമ്മളെ. അങ്ങനെ എന്നാ പോറ്റിയാന്ന് പറഞ്ഞപ്പോൾ ശേത ചേച്ചി പറഞ്ഞു എന്നാ എന്നെ അനുഗ്രഹിക്കുന്നു പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ തലയൊക്കെ ചോദിച്ച് അനുഗ്രഹിച്ച്. അപ്പോൾ ആ അനുഗ്രഹം അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് 2 വരി പാട്ട് പാടണം, മണിച്ചേരൻ്റെ പാട്ട് പാടണമെന്ന് പറഞ്ഞു. അങ്ങനെ അതിനെന്താ പോറ്റി പാടിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മണിച്ചേരൻ്റെ പാട്ട് പാടാനുള്ള ഒരു ഭാഗ്യം നമുക്കവിടെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ മുമ്പിൽ നമുക്ക് ചെല്ലാനും അവരായിട്ട് സംസാരിക്കാനും അവരെ പരിചയപ്പെടാനൊക്കെ ഉള്ളൊരു ഭാഗ്യം നമുക്ക് കിട്ടി. അതെ 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 അത് നമ്മളൊരു വേറെ ഒരു സുഹൃത്ത് വഴിയാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് എനിക്ക് പല പല കാര്യങ്ങളുണ്ടായിട്ടും ഞാൻ അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഞാൻ ആ ഏഷ്യാനെറ്റിലെ ആ പ്രോഗ്രാമിലേക്ക് ഞാൻ പോയത്. സുഹൃത്ത് ജോയി എന്ന് പറഞ്ഞ ചേട്ടനാണ്. പുള്ളിയുടെ വീട് ഇവിടെ വഴിക്കുളങ്ങര. അപ്പൊ ആ ചേട്ടൻ വഴിയാണ് അങ്ങനെ പോയത്. ഇല്ലില്ല, പുള്ളിക്കാരനോട് വേറൊരു സുഹൃത്ത് പറഞ്ഞാണ്. അപ്പൊ ആ സുഹൃത്ത് പറഞ്ഞപ്പോഴാണ് ആ ചേട്ടൻ എന്നോട്, അപ്പൊ ഞാൻ അത്യാവശ്യം പാട്ടൊക്കെ പാടാൻ പോണതാണല്ലോ. അങ്ങനെ തന്നെ അവിടുത്തെ ഏഷ്യാനെറ്റിലേക്ക് നമുക്കൊരു വിഷ്വൽ അടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു പാട്ടിന്റെ. അങ്ങനെ ഞാൻ പെരുവാരത്ത് പോയിട്ട് ഒരു പാട്ടൊക്കെ എടുത്ത് അതിന്റെ വിഷ്വലൊക്കെ അടിച്ചു കൊടുത്ത്. അപ്പോൾ അവർക്ക് പാട്ടൊക്കെ ഇഷ്ടമായി. അങ്ങനെയാണ് അവർ നമ്മളെ സെലക്ട് ചെയ്തത്. അപ്പോൾ നമ്മനെ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവിടെ ചെന്നെത്തിപ്പെടാനുള്ള കാരണം അതാണ്. പിന്നെ ബാക്കി എന്തൊക്കെയുണ്ട് വേറെ നല്ല വിശേഷം, അങ്ങനെ പോണ്, കുഴപ്പമൊന്നുമില്ല. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ഓരോ ദിവസം ചൊല്ലുന്നവർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് ഞങ്ങളുടെ ഭംഗിയായിട്ട് പോട്ടെ എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അത് ഈശ്വരനോട് നമ്മൾ പ്രാർത്ഥിക്കണം. എപ്പോഴും ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവും, ഉണ്ട് തീർച്ചയായിട്ടും. ഇനിയും പാട്ടുകൾ മറ്റേ നല്ല അതെ അതെ ഒട്ടനവധി ഒരു ഫിലിമിലൊരു പാടട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. അതെ അതെ അത് നമ്മള് ഈശ്വരൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാടാന്നേ. എല്ലാം അവിടുത്തെ ഒരു അനുഗ്രഹമാണല്ലോ. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ യൂട്യൂബിൽ നിങ്ങൾ ഒരു പാടിയ ഏതോ ഒരാൾക്ക് വേണ്ടി പാടി കൊടുത്തല്ലോ, അതെന്താണത്? യൂട്യൂബില് പാടിയിട്ടുണ്ട്. അത് ഒരു ഷാലി എന്ന് പറഞ്ഞൊരു ചേട്ടന്റെ ചാനലിലേക്കാണ് പാടിയത്. അപ്പൊ ആ ചേട്ടനായിട്ട് ഇങ്ങനെ കുറെ വർഷങ്ങളായി പുള്ളിയായിട്ട് ഇങ്ങനെ പരിചയപ്പെടണത്. പക്ഷെ ഞങ്ങൾക്കൊന്ന് കാണാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ അങ്ങനെ നേരം കിട്ടാറില്ല. അപ്പൊ അങ്ങനെ പുള്ളി നമ്മുടെ ഒരു ഉറ്റൊരു ചങ്കാണ്. അപ്പൊ പുള്ളിയായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും എവിടെ വെച്ച് കണ്ടാലും വർത്താനം പറയാൻ സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരിൽ കാണൽ കുറവാണ്. അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ നേരിൽ കാണാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അതിനെ തുടർന്നാണ് ഇതിങ്ങനൊരു പ്രോഗ്രാം ചെയ്യാന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഇന്ന് രാവിലെ ഒരു വിളി വന്നു. അങ്ങനെയാണ് പോകാന്നുള്ള പരിപാടിയൊക്കെയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഈ ഷൂട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയിലൊക്കെ ഞങ്ങൾ ഇവിടെ എത്തിയത്. അപ്പൊ എല്ലാം ഒരു നിമിത്തമുള്ള ഈശ്വരൻ്റെ. അപ്പൊ അതിനുള്ള സമയമായി. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. ഓക്കെ, അപ്പൊ ഒരു പാട്ടോടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒരു അടിപൊളി പാട്ട് പാടിക്കോട്ടെ. ഞാനോന്റെ അളിയനും കൂടെ വീട്ടുവരമ്പെ പോകുമ്പോ വീട്ടുവരമ്പത്തൊരു ചേനത്തണ്ടൻ ചിറ്റിക്കൊണ്ട് പാഞ്ഞെടുത്ത് വന്നപ്പോൾ കുറുവടി പോലൊരു ചെറുവടി കൊണ്ട് നമ്മോസം വന്നേ. ഓദിത്തിത്താരാദിത്തിത്തൈരിത്തൈതകതൈതോ ഓദിത്തിത്താരാദിത്തിത്തൈരിത്തൈതകതൈതോ. വെള്ളക്കാരൻ സായിപ്പമ്പ്രാക്കൻ വല്ലാത്തൊരു സൂത്രക്കാരൻ തേർട്ട പോലൊരു തീവണ്ടിയല്ലേ കൂകിപ്പായണത്. വെള്ളക്കാരൻ സായിപ്പമ്പ്രാക്കൻ വല്ലാത്തൊരു സൂത്രക്കാരൻ തേർട്ട പോലൊരു തീവണ്ടിയല്ലേ കൂകിപ്പായണത്. ഓദിത്തിത്താരാദിത്തിത്തൈരിത്തൈതകതൈതോ ഓദിത്തിത്താരാദിത്തിത്തൈതകതൈതോ. ഞാനോന്റെ അളിയനും കൂടെ വീട്ടുവരമ്പെ പോകുമ്പോ വീട്ടുവരമ്പത്തൊരു ചേനത്തണ്ടൻ ചിറ്റിക്കൊണ്ട് പാഞ്ഞെടുത്ത് വന്നപ്പോ കുറുവടി പോലൊരു ചെറുവടി കൊണ്ട് നമ്മോസം വന്നേ. ഓക്കെ, സന്തോഷം. അപ്പൊ നമുക്ക് ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യാം. ഇനിയും വരും എപ്പിസോഡുകൾ നല്ല അതിഥികൾ ഉണ്ടാവും കേട്ടാ. അപ്പൊ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമസ്തേ. ശരി.